ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻസ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് എപ്പോഴും ഈ ചേച്ചി മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് മൊബൈലിന് ക്ലാരിറ്റി ഉണ്ടോ എന്ന് എന്തുവായി നോക്കുന്നേന്ന്. എന്തോ ചെയ്യാനാ, പൊട്ട മൊബൈലൊക്കെ ആയിപ്പോയി. അപ്പം ഞങ്ങളെന്താ വേണം, പൊട്ട മൊബൈലാണെങ്കിൽ ചേച്ചിക്ക് ഒരു നല്ല മൊബൈൽ വാങ്ങിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുന്നില്ലേ? ഇപ്പം ചിന്തിച്ചവരാരൊക്കെയുണ്ട്? അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ അയക്കുക, കുക്കിംഗ് വീഡിയോയാ. കുക്കിംഗ് അല്ലാത്ത വീഡിയോയും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നോട് സൂസൻ പറഞ്ഞായിരുന്നു, ബിജി ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ നോക്കട്ടെ, ലൈവിന് വരാൻ പറഞ്ഞായിരുന്നു ഒരു മോള്. അപ്പം ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ലൈവിന് വരുമ്പോൾ ഇല്ല, പെട്ടെന്ന് വായിച്ച് പോകാൻ നമുക്ക് ആകെ ഒരു ഗഡുപട. ഇതുവരെയും ഞാൻ ലൈവ് പോയിട്ടില്ല. ഇനി പോൾമോനൊക്കെ ഉള്ളപ്പോൾ ഒന്ന് നോക്കാം. തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ എന്തുകൊണ്ട്, മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴ ഇങ്ങനെ ചാറിയും പെയ്തു ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ സാധാരണ സാറ്റർഡേ പ്രീസമ്മോന് അവധിയാണ്. പക്ഷേ ഈ സാറ്റർഡേ ഉണ്ട്. അന്ന് മഴയായിട്ടൊരു ദിവസം അവധിയായിരുന്നല്ലേ, ആ ദിവസത്തെ ടൈം ടേബിള് ഇതിൽ പോകണം. അവനാണെങ്കിൽ അങ്ങ് ആകെ ഒരു പറഞ്ഞാണ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ആൾ സന്തോഷിച്ചിരുന്നതാണ്. അപ്പം കാണാന്നാണ് മെസ്സേജ് വന്ന്. ഇനി 24-ാം തീയതി തൊട്ട് മന്ത്ലി ടെസ്റ്റ് അവന്. അപ്പം അതിനിനി പഠിപ്പിക്കണം. പോഷനൊക്കെ തന്നിട്ടുണ്ട്, അതും പ്രകാരം നോക്കി പഠിപ്പിക്കണം. അപ്പം പിന്നൊന്നുമില്ലല്ലേ വിശേഷങ്ങൾ. ഓക്കെ, രാവിലെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്. അപ്പം ലാസ്റ്റ് ഇനി പ്രൈസമ്മോൻ, അവനിന്ന് ദോശയൊക്കെ ആയതുകൊണ്ട് കണ്ടിട്ട് അവന് ഇന്ന് വിശപ്പില്ല. അല്ലെങ്കിൽ ഇല്ല സാൻഡ്വിച്ചോ പാസ്തയോ വല്ലതും ഒക്കെ ആണെങ്കിൽ, മാഗിയോ എങ്ങാണോ ആണെങ്കിൽ അവന് ഭയങ്കര വിശപ്പായിരിക്കും. വേണേൽ ബ്രഷ് ചെയ്യാതെ പോലും വേണേൽ കഴിക്കും. അപ്പോൾ ഇന്ന് കുറേ നേരമായിട്ടും ആൾ വിശക്കുന്നില്ല. അപ്പം ഇനി ഉച്ചയാവത്തില്ല വല്ലതും കഴിക്കണമെങ്കിൽ. അപ്പം ഞാൻ നിർബന്ധിച്ച് എടുത്ത് കൊടുപ്പിച്ചതാണ് 2 പിന്നെ അതങ്ങ് കഴിച്ചു. പിന്നീട് ടിഫിന് കൊടുക്കാൻ ഇത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇച്ചിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലയൊക്കെ മുറിച്ച്, ഉള്ളിയും വെജിറ്റബിൾസ് എൻ്റെ കയ്യിൽ ഇച്ചിരി ക്യാരറ്റും സവാളയുമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാപ്സിക്കം ഇതൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം പനിയാരം ഉണ്ടാക്കുന്നത് പോലെ അത് ഞാൻ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് കാണുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്. മുകളിലൊക്കെ ഇച്ചിരി വിതറി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ഇത് മനഃപൂർവ്വം അവന് കൊടുക്കാഞ്ഞതാണ്. കാരണം ആ കടലയൊക്കെ ഇച്ചിരി വയറ്റി ചെല്ലട്ടെ എന്ന് പറയും. കടല അവന് ഇഷ്ടമാണ്. കൊടുത്തപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ കഴിച്ച ഉടനെ കുഴപ്പമില്ലായിരുന്നു, കടലയൊക്കെ നന്നായി കഴിച്ച്. അപ്പോൾ ആ ഇഞ്ചി അവസാനം ഒന്ന് കുത്തി അരിയാൻ പറ്റാൻ ഞാനിങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങൾ ഈ ദോശയൊക്കെ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അമ്മ എന്തോ ചെയ്യുമെന്നോ, വട്ടപാത്രത്തിലല്ലേ തന്നു വിടുന്നത്. അപ്പോൾ അടിയിൽ ഇത്തിരി കറി ഒഴിക്കും, നമ്മുടെ ചമ്മന്തി അതൊഴിച്ചിട്ട് പിന്നെ ഒരു ദോശ വെക്കും. ആ ദോശയുടെ മുകളിൽ കുറച്ച് കറി ഒഴിക്കും. പിന്നെ അങ്ങനെ ചെയ്തിട്ട് അത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇവർക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതുപോലൊന്നും ഇപ്പോഴത്തെ പിള്ളേർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അവർക്കൊക്കെ എല്ലാം ഫോയിൽ പേപ്പറിലും അങ്ങനെയൊക്കെ വേണം. ഇവനിപ്പോൾ ഈ കറിയൊക്കെ കൊണ്ടുവന്ന എന്നാൽ അവൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ ചോദിക്കൂടാ, നിൻ്റെ പാർട്ട്ണർ അടുത്തിരുന്ന കൊച്ചെന്തോടെ കൊണ്ടുവന്നേ? അവൾ ചപ്പാത്തിയും കറിയുമാണ് കൊണ്ടുവന്നതെന്ന് പറയും. അവരൊക്കെ അല്ലാതെ ഈ സെപ്പറേറ്റ് ടിഫിൻ ബാഗ് ഉണ്ടല്ലോ, ക്യാരി ബാഗ്, അതിവിടെ ഉണ്ട്. അത് ഒരു ദിവസം കൊടുത്തു വിട്ടോണ്ടേ പിന്നെ ബസ്സിൽ മറന്നു വെച്ചിട്ട് വന്ന്, അതുകൊണ്ടൊക്കെയാണ് പിന്നെ കൊണ്ടുപോകാത്തത്. അല്ലായിരുന്നെങ്കിൽ കറിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരുന്നു നമുക്ക്. അപ്പം ഞാൻ ഇതിൽ ഇന്ന് ഇച്ചിരി നെയ്യാണ് പുരട്ടിയേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഞാൻ ഓയിലിങ്ങനെ വെച്ചോണ്ടേ അതിന് പറഞ്ഞു പിള്ളേർക്ക് നെയ്യ് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യാണ് ഇന്ന് ചേർത്തത്. ഒത്തിരി ഇല്ലായിരുന്നു നെയ്യ്. ഇപ്പം ഞാൻ എടുക്കുന്നേ ഇല്ല. മറ്റേത് പിന്നെ പാല് കാച്ചി ഞാൻ മെനക്കെട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ പാട എടുത്തിട്ട് എനിക്ക് 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നന്നായിട്ട് നെയ്യ് കിട്ടുമായിരുന്നു. ഇപ്പം നെയ്യെടുപ്പ് പരിപാടിയേ ഇല്ല.
ഡയറക്റ്റ് അങ്ങ് വൈകിട്ടും ചായ ഉണ്ട്, അര ലിറ്റർ പാലെടുത്ത് വൈകിട്ട് രാത്രി എല്ലാവർക്കും പാലോ അല്ലെങ്കിൽ കോഫിയോ എന്തുവാന്ന് വെച്ചാൽ കൊടുക്കും. രാവിലെ അതുപോലെ. പക്ഷേ അത് ഞാൻ എടുത്ത് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഉറയൊഴിക്കാനൊക്കെ നമ്മൾ ഉറയൊഴിക്കാൻ പാലെടുത്ത് ഇങ്ങനെ കാച്ചുമ്പോഴൊക്കെ നേരത്തെ 1 ലിറ്ററൊക്കെ എടുത്ത് അങ്ങ് കാച്ചുമായിരുന്നു. കാച്ചിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ആ പാട എടുത്തിട്ട് പിന്നെ ഉറയൊഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അങ്ങ് അതുപോലെ അങ്ങ് ഒഴിക്കുക. അപ്പോൾ ആ മോര് നമുക്ക് അടിക്കുമ്പോൾ അറിയാം തൈര് പത ഇങ്ങനെ വെള്ള ഇത് വന്ന് കിടക്കുന്നതാണ്. അപ്പം ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ഇതൊന്ന് ചുട്ടെടുക്കട്ടെ. നല്ല മഴ പെയ്യുന്നുണ്ട്. റേച്ചാൻ ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിനാണ് പോകേണ്ടത്. പോളിനും ഇത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞിടാ പോളെ നിനക്കൂടെ തന്ന് വിട്ടിടട്ടാ ഒരു ഫോയിൽ പേപ്പർ 2 എണ്ണം. അത് പറയും വേണ്ട 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 വേണ്ട. അവനും നല്ല ചൂടോടെ കഴിക്കുന്നേ ഇഷ്ടം. അല്ലാതെയും പിള്ളേരിങ്ങനെ ഞാൻ പറഞ്ഞിടാ നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രാങ്കി അതൊക്കെ കഴിക്കുന്നുണ്ടേ ഇതെന്താടാ ഞാൻ ഫോയിൽ ചെയ്ത് തരാടാ, നടന്നു വന്നുകൊണ്ട് വരുന്ന വഴിക്ക് വേണേൽ കഴിക്കട തീർക്കാമെന്ന് പറഞ്ഞാൽ അവനും കേൾക്കത്തില്ല. ഇതിപ്പം വൈകിട്ടത്തേക്കിന് ഇരുന്നാലും കൊച്ചു വന്ന് കഴിച്ചോളൂ, ഇഷ്ടം അവന്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അവൻ്റെ ടിഫിനൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം ഫ്രൂട്ട് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് മാതളനാരങ്ങ കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തു. കഴിഞ്ഞ ദിവസം മാങ്ങ കൊടുത്തു. ഞാൻ പറഞ്ഞ മാങ്ങ കൊണ്ടുപോകണേ ഒത്തിരി പഴുക്കാത്ത മാങ്ങയായിരുന്നു, ഈ കുഴപ്പമുണ്ട്. അത് പക്ഷേ ഇത്തിരി പഴുത്ത മാങ്ങയായിരുന്നു. നേരത്തെയൊക്കെ ഈ മാതളനാരങ്ങ പൊളിക്കുമ്പോൾ കൈ മൊത്തം കറുപ്പാകുമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ ആവത്തില്ല. ഇങ്ങനെ 4 സൈഡ് ഞാൻ ഇങ്ങനെ ഒന്ന് മൊത്തത്തിലങ്ങ് അകത്തോട്ട് മുറിക്കാതെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി പെട്ടെന്ന് എടുക്കാം. ഇത് ഇവർക്ക് ഇഷ്ടം. റീച്ചാൻ ഇത് ആക്ച്വലി ഇപ്പം നല്ല വിലയുള്ളത് സമയം എനിക്ക് ജ്യൂസ് അടിച്ച് ഈ ബ്ലഡ് ഇല്ലെന്നും പറഞ്ഞേ ജ്യൂസ് അടിച്ച് കുടിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവന്മാർക്ക് ഇഷ്ടമായി. അപ്പോൾ അവന്മാരാ അത് തിന്നത്. ഫ്രീസമോൻ ആദ്യമൊക്കെ ഈ മാതളനാരങ്ങ കഴിക്കുന്നത് എങ്ങനെയായിരുന്നോ, അതിൻ്റെ അകത്ത് ജ്യൂസ് മാത്രം അവൻ പൊട്ടിച്ച് വായിലോട്ട് ഒഴിച്ചിട്ട് അരിയും കളയും. ഞാൻ പിന്നെ പറഞ്ഞിടാ ആ അരിയും കൂടെ അങ്ങ് ചവച്ച് അങ്ങ് ഇറക്ക്, കുഴപ്പമില്ലയെന്ന്. ആദ്യമൊന്നും അവനറിയത്തില്ലായിരുന്നു. ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ പ്ലം അതൊന്നും ഇവന് ഇഷ്ടമല്ല. പോളിനും അതങ്ങനെ ഇഷ്ടമല്ല. ഇഷ്ടമുള്ള ചുരുക്കം ചിലതേ ഉള്ളൂ. ഗ്രേപ്സും ആദ്യമൊക്കെ ആണെങ്കിൽ പറയുമായിരുന്നു ബ്ലാക്ക് ഗ്രേപ്സ് കൊണ്ടുപോകാം, അതാ നല്ലതെന്ന്. പിന്നെ അതിനെ അങ്ങ് വേർത്തിപ്പം ഗ്രീൻ മതി. ഇപ്പൊന്നും ഗ്രേപ്സ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അവൻ്റെ ടിഫിനെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകുമായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. തോരൻ വെക്കാൻ ഞാൻ പയറൊക്കെ ഒന്ന് അരിഞ്ഞായിരുന്നു. അതിലേക്ക് ഇനി സവാളയും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ മലക്കറിക്ക് കഴിഞ്ഞ ദിവസം പോയിട്ട് മലക്കറി അങ്ങനെ ഒന്നും അങ്ങനെ കിട്ടിയില്ല. ഇച്ചിരി കോവയ്ക്കയും കിട്ടി, ഇത്തിരി മിക്സ് ഭാജിയും വാങ്ങിച്ചുകൊണ്ട് വന്ന്, ഇത്തിരി മത്തങ്ങയും ഇത്തിരി പയറും കൊണ്ടുവന്നു. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഈ മഴയൊക്കെ ആകുമ്പം വെജിറ്റബിൾസും കിട്ടാനില്ല. ഒന്നാമതെ വിലയുമായിപ്പം, പിന്നെ അതിൻ്റെ പുറത്തിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു വെജിറ്റബിൾസ്. ബീട്രൂട്ടും ക്യാരറ്റും ഇല്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കാക്കിലും ഉണ്ടോന്ന്, ബീട്രൂട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറയും വന്നാൽ ബീട്രൂട്ട് കൊണ്ടുവരാൻ വയ്യായിരുന്നോ. പക്ഷേ ബീട്രൂട്ട് തോരൻ ഫ്രീസിന് ഇഷ്ടമല്ല. ഞാനങ്ങനെ ഇവിടെ മെഴുക്ക് പുരട്ടി അങ്ങനെ ഉണ്ടാക്കാറില്ല. ഒരു പ്രാവശ്യം ഇല്ല റീച്ചയിലെ കുഞ്ഞു കുറേ ബീട്രൂട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ എനിക്കത് തോരൻ വെക്കാൻ ചോപ്പ് ചെയ്ത് നമുക്ക് തോരൻ വെക്കാമായിരുന്നു. ഞാൻ പിന്നെ അതൊന്ന് അങ്ങ് മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമായി. ആ മെഴുക്കുരട്ടിക്കാകുമ്പോൾ നമുക്കൊരു ഇച്ചിരി ക്വാണ്ടിറ്റി വേണം, അല്ല ഇച്ചിരി 1-2 പോളിനാണെങ്കിലും ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വേറെ റീച്ചാനും ബീട്രൂട്ട് ഇഷ്ടമല്ല. ഡാഡിക്ക് പിന്നെ കുഴപ്പമില്ല, എന്നാലും ഡാഡി ഒരു ഇച്ചിരി എത്ര കൊടുത്താലും ഇച്ചിരി ബാക്കി അവിടെ അങ്ങനെ വെച്ചേക്കും. പിന്നെ ഇന്നത്തേക്ക് ഇച്ചിരി കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുകൂടെ ഒന്ന് തോരൻ വെച്ചിട്ട് പിന്നെ ഞാൻ ചിന്തിച്ച് മത്തി ഉണക്കമീനുണ്ടല്ലേ അത് ഇരിപ്പുണ്ട്. അതൊന്ന് ഞാൻ എടുത്ത് വെള്ളത്തിയിട്ട്, അത് ഞങ്ങൾ 2 പേരേ കഴിക്കാറുള്ളൂ, പിള്ളേരൊന്നും കഴിക്കാറില്ല. അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടെങ്കിലും എനിക്കത് ചോറിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വറക്കുന്ന സ്മെല്ല് കേൾക്കുമ്പോഴേ പോള് പറയേ എന്തോ സ്മെല്ലാന്ന്. ഞാൻ പറഞ്ഞെടാ ഈ വറക്കുന്നതിൻ്റെ മണം മതിയടാ ഒരു പ്ലേറ്റ് ചോറുണ്ടാന്ന്. പണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് കല്യാണത്തിന് മുമ്പിട്ട് അപ്പുറത്തൊരു മഹാരാഷ്ട്ര ആൻറ്റി ഉണ്ടായിരുന്നു. അവിടെ അവരൊക്കെ ഈ ബോംബിൽ ഉണങ്ങിയതാണ് കഴിക്കുന്നത്. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ സ്മെല്ല് ഒരു വല്ലാത്ത സ്മെല്ലായിരുന്നു. അതാ അവരൊക്കെ ഉപയോഗിക്കുന്നത്.
ഉണങ്ങിയ ബോംബിൽ വറക്കുമായിരുന്നു. കറിയാന്നേലും അതാ വെക്കുന്നത്. അവർക്ക് പക്ഷേ നമ്മുടെ ഈ മത്തിയുടെയൊക്കെ മണം ഇഷ്ടമല്ല. വറക്കുന്നതിനെ ചോദിക്കും, പോറി നീ പെണ്ണേന്നുള്ള പേരിൽ നീ ആന്നൊക്കെ ഇവിടെ മീൻ വറക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ വൈകിട്ടത്തേക്കിന് അവർക്ക് ഉണക്കമീനൊന്നും അവർ കഴിക്കത്തില്ലല്ലേ, ഒരു മുട്ടക്കറി വെക്കാമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ സവാളയും വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഇത്തിരി ഉപ്പിട്ടൊന്ന് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് അടപ്പത്ത് ഞാൻ ഇട്ടിട്ട്, ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അത് അടപ്പത്ത് ഇങ്ങനെ ഞാൻ ഇട്ടിട്ട് പിന്നെ അകത്ത് തുണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കാൻ പോകണമായിരുന്നു. അതൊക്കെ മടക്കി അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഉള്ളിക്കകത്ത് ഇത്തിരി അടിയിലെങ്ങാനും പിടിക്കുകയാണെങ്കിൽ എണ്ണയ്ക്ക് പകരം ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് നല്ലൊരു ഇതായി. അങ്ങനെ നിങ്ങൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അടി പിടിക്കുകയാണെങ്കിൽ സ്വല്പം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ കൊച്ച് വൈകിട്ട് വന്നും ചപ്പാത്തി കഴിച്ചോളും. അപ്പം വൈകിട്ടത്തേക്കിനും ഉണ്ടാക്കാൻ രാത്രിയിലത്തേക്കിനാണെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കുന്നതിനൊക്കെ നല്ലത് നമ്മുടെ ഉച്ചയ്ക്കായി അങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങ് ചെയ്തതാണ്. ഈ മൂച്ചിലങ്ങ് ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യും. അത് കഴിഞ്ഞ് വൈകിട്ട് പിന്നെ ഒരു ചുരുക്കം പിന്നെ അരിയൊക്കെ അരയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ചില ദിവസം വൈകിട്ട് ചെയ്യേണ്ട ജോലികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇന്നിപ്പം ഞാനങ്ങ് ഉച്ചയ്ക്ക് ഇതങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലേ. അപ്പോൾ ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്നും കിട്ടും, പിന്നെ ജോലി അങ്ങ് തീർന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇച്ചിരി ഒന്ന് അടച്ച് വെക്കും, അപ്പം നല്ലൊരു മണം കിട്ടും മസാലയൊക്കെ മൂത്ത. ഇവിടെ ഞാനിപ്പോൾ ഒരു സൈഡിലോട്ട് കുറച്ച് എണ്ണ തലയിൽ തേക്കാൻ കാച്ചുന്നുണ്ട്. മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊഴിയുന്നു. ഇതിൻ്റെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ എൻ്റേതായ രീതിയിൽ അമ്മയടുത്തൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് എണ്ണ കാച്ചുക. എൻ്റെ നെറ്റിയുടെ അവിടുത്തേക്ക് മുടിയല്ല, എപ്പോൾ തലയൊന്ന് ചീവിയാലും ചീപ്പ് നിറച്ച് മുടിയായിരിക്കും, അതുപോലെ പൊഴിയുക. കുറച്ച് നാളുകൊണ്ട് ഞാനിപ്പോൾ മുട്ടയുടെ വെള്ള തേക്കുന്നുണ്ട്. ആഴ്ച 2 പ്രാവശ്യം തേക്കും. എന്നിട്ടും ആ പൊഴിച്ചിലങ്ങോട്ട് ശരിക്കും നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് കാച്ചി നോക്കട്ടെ. ഇതിപ്പം ഞാനൊന്ന് വെറുതെ ചെയ്ത രാവിലെ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ ഇതിനേക്കായി കാണും. അപ്പം മസാലയൊക്കെ മൂത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ, എനിക്ക് ഇച്ചിരി കൂടെ പെരണ്ടിരിക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ ഇവർക്കല്ലേ മെയിനായിട്ടും വേണ്ടി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറാക്കിയെടുത്ത് അതിലേക്ക് പിന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.